ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു കിടുക്കാച്ച് പൊളിക്കോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞങ്ങളൊക്കെ നമ്മളെന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ടല്ല നമ്മൾ വന്നേക്കണം. ഓക്കെ നമ്മൾ പകരം അല്ലാത്ത സ്റ്റോറി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളല്ലാതെ ഇടുന്ന വീഡിയോ അല്ല, അതിൽ ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ കുറേ ദിവസം അല്ലാത്ത സ്റ്റോറി ഇട്ടിട്ടൊക്കെ നമ്മൾ ഫുള്ള് നമ്മുടെ വെബ് സീരീസ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ എന്തായാലും ഇടണം. ഓക്കെ അല്ലാതെ തന്നെ നമുക്ക് എന്തായാലും ഇതേപോലത്തെ സാധാരണ സ്റ്റോറി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം കുറേ ദിവസമായി. ഓക്കെ കുറേ ദിവസം എന്ന് പറയുമ്പോൾ കൂടിപ്പോയ കുറേ ദിവസങ്ങളായി. ഓക്കെ അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്നതല്ല നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ ഗൈസ്, പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് എന്തായാലും പറയാനായിട്ട് പോവുകയാണ്. നമ്മുടെ ചാനൽ ഞങ്ങൾക്ക് ഫൈനലി അങ്ങനെ 330 സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് ഫൈനലി അങ്ങനെ ഹിറ്റായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 335 335 ആകുമ്പോൾ നമ്മൾ അപ്പോഴും എന്തായാലും ആസ്വാൾട്ട് 8 അടുത്ത വീഡിയോ നമ്മളെന്തായാലും പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ബസ് സിമുലേറ്ററിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇന്നോവയുടെ ഒരു ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മളെന്തായാലും അപ്പോഴും എന്തായാലും ഇടുന്നതാണ്. ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് 335 ആക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഗൈസ് 1K അടുപ്പിക്കാനുള്ളതാണ്. ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യല്ല, എല്ലാവരും ഫുള്ളായിട്ട് തന്നെ അവിടെ വീഡിയോ കാണും. ഓക്കെ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും കുറേ പേര് എന്തായാലും കാണുന്നില്ല. ഓക്കെ അതൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും കാണാം, നമ്മുടെ സീരീസ് ആയാലും അല്ലാത്ത വീഡിയോ ആയാലും. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് തന്നെ ചെയ്യണം, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ബാഗ് എടുത്തിട്ട് ഞാൻ എന്തായാലും നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10R എടുത്തുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ എന്നെ രാവിലെ തന്നെ ഉറക്കമുണർന്ന് ഞാൻ ഒരു TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാമർ വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാനൊക്കെ പറഞ്ഞു. ഓക്കെ ഞാൻ അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ സ്പ്ലെൻഡർ എടുത്ത് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ഈ ലാമറിന് വല്ല സ്റ്റണ്ട് റേസ് അങ്ങനെ എല്ലാത്തിനും വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10R എടുത്തുകൊണ്ട് ഇറങ്ങി. ഓക്കെ മിക്കവാറും അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലാതെ നടക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ സ്റ്റണ്ട് റേസിനെ എപ്പോഴും നമ്മളെ വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിനായിട്ട്. ഓക്കെ അപ്പോൾ പെട്ടെന്ന് വരാനാണ് പറഞ്ഞത്, അപ്പോൾ മിക്കവാറും സ്റ്റണ്ട് റേസ് ആയിരിക്കും. ഓക്കെ സ്റ്റണ്ട് റേസ് കളിക്കാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കില്ല. ഓക്കെ അപ്പോൾ സ്റ്റണ്ട് റേസ് ആയിരിക്കും. ഓക്കെ സ്റ്റണ്ട് റേസ് എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ സൺറൈസ് ഒന്നും അവൻ പറഞ്ഞില്ല. ഓക്കെ അത് പറയാൻ വിട്ടുപോയി. സൺറൈസ് ഒന്നും അവൻ പറഞ്ഞില്ല, പെട്ടെന്ന് വരാനാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഇവിടെ വലിയൊരു സ്റ്റൺറൈസ് കാണുന്നുണ്ട്. ഇത് പങ്കെടുക്കാനാണ് വിളിച്ച. എൻ്റെ ഇത് കാണുമ്പോൾ തന്നെ എന്ത് വലുതാണെന്ന് ഇപ്പോഴേ മനസ്സിലാണ്. ഓക്കെ ഞാൻ വിചാരിച്ച് വേറെല്ല സംഭവം. ഓക്കെ ഓക്കെ ഇവിടെ എന്തായാലും ഏതാണ് ലാമറിൻ്റെ ഏതാണ് ഹയാബൂസയൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ നമ്മുടെ സുസുക്കി ഹയാബൂസയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല ഇവ ഇവിടെ പോയി, വണ്ടിയൊക്കെ താണ്ട് ഇവിടെ കിടക്കണേ, അവനെ കാണാനല്ല. ഞാൻ പിന്നെ ഒരു കിടില ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ പോരാത്തന്നെ ഒരു ബാഗ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുവല്ല കിടക്കാച്ച് വലിയ റേസ് അങ്ങനെയെങ്കിലാണെങ്കിലാ, അതുകൊണ്ടാണെങ്കിൽ വല്ല ക്യാഷ് വല്ലതും കിട്ടിയാലോ. ഓക്കെ ഇവിടെ ലാമർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ എടാ ലാമറേ നീ എവിടെടാ? ഞാൻ അവിടെ തന്നെ ഉണ്ടോ? ആ നീ എത്തിയോ? നമുക്കപ്പം പരിപാടി തുടങ്ങാമോ? എന്ത് പരിപാടിയെന്ന് പറ. എടാ കണ്ടപ്പോഴേ നിനക്ക് മനസ്സിലായില്ലേ, സ്റ്റണ്ട് റേസ് പരിപാടി. ഓ സ്റ്റണ്ട് റേസാ, അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാ നീ വാ, അപ്പോൾ നമുക്ക് കളിക്കാമോ? പിന്നെ അല്ലാതെ ലെറ്റ്സ് ഗോ, വാ നമുക്ക് കളിക്കാം. ഓക്കെ അപ്പോൾ എൻ്റെ വണ്ടികളൊക്കെ സുസുക്കി ഹയാബൂസയാണ്, അത് നീ കണ്ടു കാണും. അതല്ലാതെ തന്നെ നിൻ്റെ വണ്ടികളൊക്കെ കവാസാക്കി നിഞ്ച ZX 10R ആണ്. എടാ നിനക്ക് മറ്റേ സ്പ്ലെൻഡർ എടുത്ത് വന്നൂടെ? എന്തിനാടാ ഇതൊക്കെ കൊണ്ടുവന്നാ വണ്ടിയെ നശിപ്പിക്കാൻ? എടാ നിനക്ക് സുഖമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. നിനക്ക് ഈ റേസിൽ എന്തായാലും ചെയ്യാമല്ലോ. നീ കൊണ്ടുവന്ന വണ്ടി ഏതെന്നറിയാമോ? സുസുക്കിയുടെ ഹയാബൂസയാണ്.
ആ വണ്ടിക്കാണെങ്കിൽ ഇതേപോലത്തെ സ്ട്രീറ്റ് റേസ് അതേപോലെ തന്നെ അങ്ങനത്തെ റേസുകളൊക്കെ പറ്റി. സ്റ്റണ്ട് റേസിനൊക്കെ ഇതേപോലത്തെ കവാസാക്കി നിഞ്ച ZX 10R ഒക്കെ ഉള്ളൂ. ഈ ബൈക്കാണെങ്കിൽ വലിയ ഇതൊന്നുമില്ല, നല്ല പവറും അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല സിലിണ്ടറും ബാക്കി സാധനങ്ങളും, പിന്നെ നല്ല മൈലേജും അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു സ്റ്റണ്ട് റേസിനൊന്നും ഈ വണ്ടി വലുതായിട്ട് കൊള്ളൂല. സ്റ്റണ്ട് റേസിനൊക്കെ എൻ്റെ ഈ വണ്ടി പോലത്തെ വണ്ടികളാണ് വേണ്ടത്. പോരാത്തന്നെ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് സ്റ്റണ്ട് റേസിനൊക്കെ. സ്റ്റണ്ട് റേസിന് സ്പീഡുള്ള വണ്ടി അങ്ങനെ ഒന്നും തന്നെയില്ല. സ്റ്റണ്ട് റേസിന് നീ ജയിച്ചാൽ മതി. ഡാ നിൻ്റെ വണ്ടി കവാസാക്കി നിഞ്ച ZX 10R ആണ്, എൻ്റെ വണ്ടി സുസുക്കി ഹയാബൂസ. ആ വണ്ടി ഇത്രയും സൂപ്പർ വണ്ടിയാണ്, നിനക്ക് അസൂയ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് നിൻ്റെ വണ്ടിയുടെ അസൂയ ഒന്നും തന്നെയില്ല. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിൽ. ശരി, അപ്പോൾ നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ റേസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു റേസിംഗ് ടീമാണ്. ഈ റേസിന് ഇപ്പം ഞാൻ ജയിക്കുകയാണെങ്കിൽ എനിക്ക് $20 മില്യൺ കിട്ടും. നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് $20 മില്യൺ കിട്ടും. പോരാത്തതിന് ബെറ്റീസ് ബൈക്കും കൂടെയാണ്. നിനക്ക് 20 മില്യൺ പോണ്ടേ? എൻ്റെ ബൈക്കും വേണോ? പിന്നെ അല്ലാതാ, നിൻ്റെ ബൈക്ക് എനിക്ക് കൂടുതലങ്ങ് ഇഷ്ടപ്പെട്ടു. നീ എന്നിട്ട് എൻ്റെ ബൈക്കിനെ കുറ്റം പറഞ്ഞല്ലോടാ. അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ, നിൻ്റെ ബ്രോ അല്ലേ. ബ്രോ ആയാലും ക്രൂ ആയാലും ഞാൻ ബൈക്കൊന്നും തരില്ല. പോടാ, ഈ റേസിന് നീ എന്തായാലും അപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ റേസിന് നീ തോറ്റ നിൻ്റെ ബൈക്കും എനിക്ക് കിട്ടും, പിന്നെ അതേപോലെ തന്നെ പൈസയും കിട്ടും. ശരി ബൈക്കൊക്കെ തരാം. പക്ഷെ ആദ്യം നീ റേസിന് ജയിച്ച് കാണിക്കേ. ശരി, ഞാൻ 20 മില്യൺ നേടുകയും ചെയ്യുന്നു. ആയിക്കോ. നമുക്ക് കാണാം. ശരി, നീ ആദ്യം വാചകം അടിക്കാതെ റേസ് സ്റ്റാർട്ട് ചെയ്യും. ശരി, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നിനക്കാണ് സ്ലോ. അപ്പോൾ റൂൾസൊക്കെ മനസ്സിലായല്ലോ. എന്താണ് റൂൾസ്? ചെക്ക് പോയിൻ്റ് ഓരോ അതിലുണ്ട്, അതല്ലേ റൂൾസ്? നിനക്കപ്പോൾ ഒന്നും അറിഞ്ഞൂടെ? എടാ ഈ റേസിന് ചെക്ക് പോയിൻ്റ് ഒന്നുമില്ല. താഴെ വീണാ നീ അപ്പം തന്നെ തീരും, അത്രേ ഉള്ളൂ. ശരി, അപ്പം നമുക്ക് കാണാം. ഇപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. എടാ സൂക്ഷിച്ച് കളിക്കണേ, ഈ ഒരു റേസിന് ചെക്ക് പോയിൻ്റ് ഒന്നുമില്ല. ചെക്ക് പോയിൻ്റ് ഇല്ലേ? പോടാ, ഇതിന് ചെക്ക് പോയിൻ്റ് ഒന്നുമില്ല. നീ ഇപ്പം എവിടെ വെച്ച് വീണാലും നീ ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കളിക്കേണ്ടി വരും. ദൈവമേ, അങ്ങനെയൊക്കെ ഉണ്ടോ ഈ റേസിന്? ഞാൻ വിചാരിച്ച സിമ്പിൾ റേസെന്ന്. പതുക്കെ കളി, സംസാരിക്കാതെ കളി, കോൺസെൻട്രേറ്റ് ചെയ്ത് കളി. എടാ നീ എന്നെ പഠിപ്പിക്കണ്ടേ, ഞാൻ നല്ല പ്രൊഫഷണൽ ഡ്രൈവറാണ്. നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ തന്നെ ലാമർ ഫുള്ള് ഭയങ്കര വലിയ ബെറ്റും പിന്നെ വലിയ ഇതൊക്കെ ആയിട്ട് വെച്ചേക്കാണ്. പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഓക്കെ, ഞാൻ ഈ റേസെല്ലാം സുഖമായിട്ട് ജയിക്കും. ആയിക്കോ, അവന് ചാൻസ് പോലും കിട്ടൂല കളിക്കാൻ. അമ്മച്ചി ഇപ്പോൾ വണ്ടി തലകുത്തനെ വീഴുമായിരുന്നു. എൻ്റെ മോടെ വണ്ടി ഓൾറെഡി തട്ടി ഉറങ്ങിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അവന് ചാൻസ് കൊടുക്കില്ല, അതിന് മുമ്പേ തന്നെ ജയിക്കും. ഇതെന്തോന്ന് ഇവിടെ ഫുള്ള് മരമൊക്കെ? സ്റ്റണ്ട് റേസിൻ്റെ ഇടയിൽ മരം. അയ്യോ ഞാൻ ഇവിടെ അടിക്ക് പോയി. അയ്യോ പണിപ്പാളി. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ നൈസായിട്ട് അവിടെ പോയപ്പോൾ എൻ്റെ കൺട്രോൾ തെറ്റി. ഞാൻ നൈസായിട്ട് ആ മരത്തിലെന്തോ ഇടിച്ച് നേരെ അടിയിലേക്ക് പോയി. അങ്ങനെ ഞാൻ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾക്ക് ഔട്ടായിട്ടുണ്ട്. ഇനി അടുത്ത ചാൻസുകളൊക്കെ നമ്മുടെ ഏതാണ് ലാമറിൻ്റെ ആണ്. നീ ജയിക്കുന്നില്ലടാ. പോടാ. നിൻ്റെ വണ്ടി പൊട്ട വണ്ടിയാണെന്ന് വെച്ച് എൻ്റെ വണ്ടീനെ കുറ്റം പറയണം എന്തിനടാ? പൊട്ട, ആ വണ്ടിക്ക് വെയിറ്റ് കൂടുതലടാ, നിന്നെ കൊണ്ട് റേസിന് ജയിക്കാൻ പറ്റുന്നില്ല. പോടാ, നിൻ്റെ വണ്ടി സാധാ വണ്ടി എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ വണ്ടീനെ എന്തിനാടാ കുറ്റം പറയണ? എൻ്റെ വണ്ടി അല്ല സുഖമായിട്ട് പോകണം. എൻ്റെ പൊന്നു ഗായ്സ്, ഇനി ഇവങ്ങാനും ജയിക്കും ഈ റേസിൽ? അതിന് ചാൻസ് ഇല്ല. അവൻ അതിന് മുമ്പേക്ക് താഴെ വീഴും. പോടാ, എന്താ നിനക്ക്? ബാക്കിയുള്ളവരെ മനുഷ്യമാതായിട്ട് കളിക്കാൻ സമ്മതിക്കില്ല. നീ ഫസ്റ്റ് റേസിൽ തെന്നി വീണെന്ന് പറഞ്ഞ് ഞാൻ വീഴാനൊന്നും പോകണമെന്നില്ല. ഞാൻ നല്ല പ്രൊഫഷണൽ ഡ്രൈവറാണ്. പോയടെ അവിടെ നിന്ന്. നീ എന്നെ നല്ല ഡ്രൈവർ കോപ്പ്. അയ്യോ, എന്നതാണ്ട് ഇവിടെ ഫാൻ അടിച്ചുകൊണ്ട് പോണേ. ഇങ്ങനെ ഇരിക്കും. ശ്രദ്ധിച്ചോട്ടിക്ക് നീ ആദ്യം. ബൈക്കൊക്കെ റെഡിയാക്കി വെച്ചോ, ഞാൻ ഇപ്പം ജയിക്കും. എടാ അത് കളിക്കടാ, ചുമ്മാ ഇടന്ന് ഓരോന്ന് കയറി പറയണം. എന്നിട്ട് അവൻ ജയിക്കണമില്ല. മാങ്ങാത്തൊലി. പോടാ. നിന്നെ കൊണ്ടൊന്നും ജയിക്കാനും പറ്റൂല, ഒന്നിനും കൊള്ളൂല നിന്നെ കൊണ്ട്. നമുക്ക് കാണാം. എൻ്റെ പൊന്നു ഗൈസ്, ഇവ ഇവിടെ ഇപ്പം നല്ല കിടുക്കാച്ചായിട്ട് റേസുകളെ കളിക്കുകയാണ്. അയ്യോ, ജസ്റ്റ് മിസ്. ഞാൻ ഇപ്പോൾ വീഴുമായിരുന്നു ഗൈസ്. നീ വീഴും. നീ നല്ല അടിപൊളിയായിട്ട് വീഴും.
എടാ എന്താ നിനക്ക് എന്നെ മനസ്സമാനായിട്ടിരുന്ന് കളിക്കാൻ സമ്മതിക്കില്ല. നീ തോറ്റെന്ന് പറയും, ഞാൻ തോക്കെയൊന്നുമില്ല. പോടാ അവിടെ നിന്ന്. എടാ 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 നല്ല ശ്രദ്ധിച്ച് കളി നീ ആദ്യം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും ഈ ഒരു ഏരിയയിൽ ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ അയ്യോ എൻ്റെ കൺട്രോൾ പോയേ. അയ്യോ പണിപ്പാളി, ഞാൻ എന്താ ഇവിടെ അടിയിലേക്ക് പോയി. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ അതിസാഹസികമായി നമ്മുടെ ലാമറിങ്ങളൊക്കെ ബൈക്കിൽ ഓടിച്ച് നേരെ ഏതൊക്കെയോ സാധനത്തിലൊക്കെ കൊണ്ടിടിച്ചാൽ നേരെ അടിയിലേക്ക് പോയി അവൻ വീട്ടിൽ എന്തായാലും ഉണ്ട്. ഓക്കെ, പാവം അവിടെ തോറ്റ് തുന്നവാളി അവിടെ നിൽക്കുകയാണ്. എടാ നീ അങ്ങനെ ഒന്നും എന്നെ കളിയാക്കണ്ടാ. ആയിക്കോ, ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. നീ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചോ. നീ ഇപ്പം വീഴോടാ, നോയിക്കോടാ. എടാ പോയവിടുന്ന്. നീ ഓരോന്ന് പറയുകയും ചെയ്യും. ഞാൻ ഇതായിട്ട് വീണിട്ടൊന്നുമില്ല. നീ വീണിട്ടില്ല, നീ വീണല്ലോ. എപ്പോഴാ? അത് നേരത്തെ അല്ലേ? അതും പറയാം. എന്തിനടാ എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കണ നീ? ഞാൻ ഈ റേസിന് നല്ല സുഖമായിട്ട് ജയിക്കും. നോയിക്കോ, നീ ആണെങ്കിൽ കണ്ടോ. ഓ ശരി നമുക്ക് കാണാം. നമുക്ക് കാണാം. നിന്റെ ഹയബൂസ എനിക്ക് തന്നെ കിട്ടും. നോയിക്കോ, നീ എന്നിട്ട് കരഞ്ഞോണ്ടിരി. ഇവിടെ വന്നപ്പോഴാണ് നേരത്തെ ഞാൻ വീണ. അയ്യോ അവിടെ തന്നെ ഞാൻ പിന്നെയും കേട്ടത്. ഇതെന്താണ് ഈ പുല്ലല്ല മരം. നിൻ്റെ ഇടയ്ക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് അവർ വെച്ചേക്കണത്. അല്ലേടാ ലാമറേ? തന്നെ നീ പറയാൻ കറക്റ്റ് തന്നെ. പക്ഷെ ഇതൊക്കെ വെച്ചാലും എന്തൊക്കെ ചെയ്താലും നീ ഉറപ്പായിട്ട് നീ തോറ്റിരിക്കും. അത് എൻ്റെ വാക്കാണ്. നീ ഇപ്പോൾ വീഴോടാ. നീ ഇത് കഴിഞ്ഞ് ചാടി അപ്പുറത്തെത്തുമ്പോൾ നീ വീഴോടാ. നോയിക്കോടാ. എടാ പോടാ, നീ വണ്ടി സെറ്റാക്കി വയ്ക്കും. ഞാൻ ഇപ്പോൾ റേസ് കംപ്ലീറ്റ് ആക്കി വരും. എടാ പോടാ അവിടെ നിന്ന് ചുമ്മാ വാചകം അടിക്കാതെ. നിനക്ക് ഈ റേസിന് ചാൻസ് പോലും നേരെ കിട്ടൂല. അപ്പോഴാണ് നീ ഓരോന്ന് പറയണത്. എടാ ചുമ്മാ എന്തിനാടാ എൻ്റെ മൈൻഡൊക്കെ കളയണ? നിനക്ക് ഈ റേസിന് ജയിക്കാൻ പറ്റിയില്ലെന്ന് പറയാം. എന്തിനാടാ എന്നെ പറയണ? എടാ അതിന് നീ ഇപ്പം ഔട്ടാകുമല്ലോ, നിനക്ക് ചാൻസ് പോലും കിട്ടൂലടാ. അമ്മാതെ രീതിയിലാണ് ഞാൻ കളിക്കാൻ പോണത്. ആയിക്കോ എൻ്റെ പൊന്നെ, ഇവ ഇനി എങ്ങനെയെങ്കിലും ജയിക്കുമോ? പേടിയാണ്. കാണ്ട, ഞാൻ ഇവിടെ എത്തി. ഇനി ഈ സാധനം കറങ്ങിയൊന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് കയറിയിട്ട് ഇതിലിവിടെ നിന്ന് നേരെ അങ്ങ് സ്പീഡ് പോകും. നോയിക്കോ. എടാ നേരത്തെ ഇവിടെ വെച്ചാണ് ഞാൻ വീണ. രണ്ട് സൂക്ഷിച്ച് നോക്ക് നീ. ഞാൻ നോയിക്കോളാം. നിൻ്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. എടാ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കടാ. ഞാൻ കളിച്ചോളാം. നിൻ്റെ ഇതൊന്നും വേണ്ട എനിക്ക് ഉപദേശമൊന്നും. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ ഇനി ഇവനെങ്ങാനും ജയിക്കുമോ ഈ റേസിൽ? ഞാൻ തന്നെ ജയിക്കൂടാ, അതിനെന്ത് സംശയം. നിനക്ക് ചാൻസ് പോലും കിട്ടുമല്ലോ, സെക്കൻഡ് ചാൻസ്. നിനക്ക് ജയിക്കാനും പറ്റൂല. അയ്യോ ഇവൻ താണ്ട അവിടെയൊക്കെ എത്തി ഗായ്സ്. ഇനി ഇവനെങ്ങാനും ജയിക്കുമോ? എന്താടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണ? ഞാൻ തന്നെ ജയിക്കും. അതേപോലെ തന്നെ 20 മില്യൺ നേടും. നിൻ്റെ ബൈക്കും എനിക്ക് കിട്ടും. ബൈക്ക് നീ പ്രതീക്ഷിക്കണ്ട, അത് ഞാൻ തരൂല. അതെന്ത്? ആദ്യം നീ റേസിന് ജയിക്കുക, എന്നിട്ട് നമുക്ക് ബൈക്കിൻ്റെ കാര്യമോ ആലോചിക്കാം നമുക്ക്. ഓക്കെ, ശരി എന്നാ അപ്പം നമുക്ക് ബൈക്കിൻ്റെ കാര്യം ആലോചിക്കാം. ഓക്കെ, ശരി നീ അത് റേസിന് ജയിക്കുക, അപ്പം നമുക്ക് നോക്കാം. ശരി. ഈ ലീഫ് ഇച്ചിരി സീനാണ്. അയ്യോ ഓക്കെ, ഞാനങ്ങനെ ഇവിടെ എത്തിയേക്കാണ്. ഞാൻ റേസ് ജയിച്ചടാ. നീ ജയിച്ചോ? പിന്നെ അല്ലാതെ ഇതെന്ത് സിമ്പിൾ റേസാണ്. ഞാൻ നല്ല സുഖമായിട്ട് ജയിച്ച്. ഇപ്പം വണ്ടി നീ സെറ്റാക്കി വയ്ക്കും, ഞാൻ അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്താം. എടാ വണ്ടി വേണോ? പിന്നെ അല്ലാതെ എനിക്ക് വണ്ടി വേണം നിൻ്റെ. അല്ലാതെ ശരിയാവില്ല. ഞാൻ ഇപ്പം എത്തോടാ, വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ട് ഓടിച്ചു വരാം താഴെ. എടാ വണ്ടി. ഞാൻ വിചാരിച്ച് നീ തോക്കൊന്ന്, നീ നല്ല സുഖമായിട്ട് തോക്കൊന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ നിനക്ക് തെറ്റടാ. ഞാനിത് അങ്ങോട്ട് പറഞ്ഞു, വണ്ടിയൊക്കെ സെറ്റാക്കി വയ്ക്കും നീ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി അങ്ങനെ നമ്മുടെ ലാമർ അങ്ങനെ ഫൈനലി അങ്ങനെ തോറ്റേക്കാണ്. അവന് സെക്കൻഡ് ചാൻസ് പോലും കിട്ടിയില്ല. അതിനുമുമ്പേ തന്നെ നമ്മൾ ഈ റേസ് ജയിച്ച്. സത്യത്തിൽ അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ ഈസിയായിട്ട് ഈ റേസിന് ജയിക്കുമെന്ന്. അതേപോലെ തന്നെ അവന് സെക്കൻഡ് പ്രാവശ്യം കളിക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന്. ഓക്കെ, എടാ ഞാൻ വിചാരിച്ചു നീ നല്ല സുഖമായിട്ട് തോക്കുമെന്ന്. പക്ഷെ നീ ജയിച്ചല്ലോടാ.
എന്ത് കഷ്ടമാണ്. നിനക്ക് 20 മില്യൺ കിട്ടുകയും ചെയ്തു, എൻ്റെ വണ്ടി കിട്ടുകയും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. ബെറ്റ് ഈസ് ബെറ്റിന്. ഇതാ വണ്ടിയുടെ കീ. അങ്ങനെ വഴിക്കുക. ഓക്കെ, എനിക്കങ്ങനെ ഇവിടെ ഇപ്പം എന്തായാലും 20 മില്യണും കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് ലാമറിൻ്റെ വണ്ടിയും കിട്ടി. അപ്പോൾ ശരി എന്നാൽ നമുക്കിപ്പം നടക്കാണ്. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ അടുത്തൊരു കിടലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും ഗുഡ് ബൈ. ഓക്കെ.